ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ ഭക്തമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം വായിക്കാം. ദശകം 80-ാമത്തെയാണ്. ദശകം 80 സ്യമന്തകോപാഖ്യാനം. സത്രാജ്യത്തിന് ഒരു സെമന്തകമണിയുടെ നമ്മൾ ഭാഗവത്തിൽ വായിക്കുമല്ലോ. സത്രാജ്യത്തിന് സത്യഭാമയുടെ പിതാവായ സത്രാജ്യത്തിന് സെമന്തകമണി ഭഗവാൻ മോഷ്ടിച്ചെന്നൊക്കെ വെറുതെ ഒരു പേരൊക്കെ ഭഗവാന് കിട്ടി. സത്യത്തിൽ അതൊന്നും അല്ലായിരുന്നു. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ശ്ലോകം 1. ദശകം 80 സത്രാജിതസ്ത്വം അഥ ലുബ്ധവൽ അർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവൻ അയാചി തൽക്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രതാം ചലതോ വിവോടും. സത്രാജിതസ്ത്വമഥ ലുബ്ധവൽ അർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവൻ അയാചി തൽക്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രതാം ചലതോ വിവോടും. ഭട്ടത്തിരിപ്പാട് ഈ കാര്യം ഭഗവാനോട് പറയൂ. അല്ലയോ ഭഗവാനെ നാരായണ, അങ്ങ് ഒരിക്കൽ നിന്ദുരുടെ ഒരു കൊതിയനെ പോലെ, എന്നുവെച്ചാൽ ഈ കൊതിയുണ്ടല്ലോ, ഈ സമന്തകമണിയുടെ നല്ല ഭംഗി, അതിൻ്റെ പ്രകാശം തിളക്കം അതൊക്കെ കണ്ടപ്പോൾ ഭഗവാനൊരു കൊതി തോന്നിയതുപോലെ, കൊതിയനെ പോലെ സൂര്യനിൽ നിന്ന് ലഭിച്ച ദിവ്യമായ സമന്തകമണിയെ സത്രാജ്യത്തിനോട് യാചിച്ചു. സത്രാജ്യത്തിന് സൂര്യഭഗവാൻ കൊടുത്തതാണ് ഈ സമന്തകമണി. അത് ഭഗവാൻ ഒരു കൊതിയുള്ളതുപോലെ ഇദ്ദേഹത്തോട് ചോദിച്ചു, യാചിച്ചു. അതിന് കാരണം പലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആർക്ക് തോന്നുന്നു? ഈ ഭട്ടത്തിരിപ്പാടിന്. അതിൻ്റെ കാരണം ഇങ്ങനെ ഭഗവാൻ എത്ര കൊതി ഉണ്ടാവാൻ കാരണം ഭഗവാൻ ലോകത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്നാ. അതെന്ത് കാരണമാണെന്നാ ഇത് ഇങ്ങനെ ചോദിക്കാൻ, ഇങ്ങനെ ആഗ്രഹം കൊതിയോടുകൂടി ചോദിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണമുണ്ടാകും. അതിവിടെ ഭട്ടത്തിരിപ്പാടിന് അങ്ങനെ തോന്നിക്കുന്നത്. അത് അങ്ങയിൽ അനുരക്തയായ സത്രാജ്യത്തിൻ്റെ പുത്രിയായ സത്യഭാമയെ, അപ്പോൾ സത്രാജ്യത്തിൻ്റെ മകളായ സത്യഭാമ, അത് ഭഗവാനിൽ അനുരക്തത, അനുരാഗം, ഇഷ്ടമാണ്. ഭഗവാനെ അത്രമാത്രം, ഭഗവാനെ ആരാഗ്രഹിക്കാത്തേ? അപ്പോൾ അത്രമാത്രം ഇഷ്ടമുള്ള ഈ സത്രാജ്യത്തിൻ്റെ പുത്രിക്ക്, അപ്പോൾ ഭഗവാൻ ഇത് മനസ്സിലായപ്പോൾ സത്യഭാമയെ സൂത്രത്തിൽ വിവാഹം ചെയ്യാനുള്ള ഉപായമായിരുന്നു ഈ യാചന എന്ന തന്ത്രമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ആരുറപ്പിക്കുന്നു? ഭട്ടത്തിരിപ്പാട്. ഭട്ടത്തിരിപ്പാട് വിചാരിക്കുന്നത് സത്യഭാമയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവർക്ക് ഇത്രമാത്രം താല്പര്യം ഭഗവാനോട്. എന്നാൽ അതിനൊരു ഉപാധി കണ്ടുപിടിച്ച കണക്ക് കൊതിച്ച് ഇങ്ങനെ ഒരു കൊതിയനെ പോലെ ഈ ഒരു എന്തെങ്കിലും ഏത് വേണമല്ലോ അവരുമായിട്ട് ഇടപെടാൻ. സത്രാജ്യത്തിനടുത്ത് ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒരു സ്നേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഈ ഒരു പ്രവൃത്തി കാരണം. അതുകൊണ്ടൊരു തന്ത്രമാണ് എന്നാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത്. അതുകൊണ്ട് തന്ത്രമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു ഭട്ടത്തിരിപ്പാട്. അതാണ് യാചന ഫലമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യാചനകൾ കൂടി അവരെ അടുക്കാം, പിതാവിനെ അടുക്കാം. അപ്പം പിതാവിനപ്പം സ്നേഹമുണ്ടാകും, ഒരു യാചന പോലെ. അപ്പം ഭഗവാൻ കൃഷ്ണൻ ഒരു നമ്മളെക്കാളും ഒക്കെ ഒരു ഇതാണ്, തങ്ങൾ ചേരും എന്നൊക്കെ. അല്ലെങ്കിൽ എന്ത് വരും? ഭഗവാൻ ഏതോ വലിയ ഇതാണ് എന്നൊക്കെ ഒരു ചിന്ത വരും. അപ്പം ഒരു യാചന എന്നിപ്പം സത്രാജ്യത്തിനേക്കാളും താഴേക്കുള്ള രീതി തോന്നിക്കണം സത്രാജ്യത്തിന്. അത് ഭഗവാന്റെ ബുദ്ധി കൗശലം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത്. അതൊരു യാചന എന്താണ്, അതിൻ്റെ ഒരു ഫലമായിട്ടാണെന്നാണ് ഇദ്ദേഹം കരുതുന്നത്. സത്രാജ്യത്തിനോട് നേരിട്ട് ചെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനൊരു കാരണം ഇട്ട് തങ്ങൾ കാര്യമൊക്കെ പറഞ്ഞും കൊടുത്തും മേടിച്ചും തമ്മിൽ സ്നേഹമൊക്കെ ആയി ഒരു കുടുംബം പോലെ ആവാമല്ലോ എന്നൊക്കെ കരുതി കാണും. കറണ്ട് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് 2-ാം ശ്ലോകം വായിക്കാം. കറണ്ട് വരുമ്പോൾ വരട്ടെ. വന്ന് ശ്ലോകം 2. അതത്തം തം തുഭ്യം മണിവരം അനനെ അല്പമനസാ പ്രസേന സദൽ ഭ്രാതാകളഭുവി വഹൻ പ്രാപമൃഗയാം അഹൻ ഏനം സിംഹോ മണിമഹസി മാംസ ഭ്രമവശാൽ കവീന്ദ്രസ്തം ഹത്വാ മണിം അഭിച ബാലായ ദദിവാൻ. അതത്തം തം തുഭ്യം മണിവരം അനേനൽപമനസാ പ്രസേനസ്തത് ഭ്രാതാകളഭുവി വഹൻ പ്രാപമൃഗയാം
അഹൻ ഏനം സിംഹോ മണിമഹസി മാംസ ഭ്രമവശാൽ കവീന്ദ്രസ്ത്വം ഹത്വാ മണി അപിച്ച ബാലായ ദദിവാൻ. ഇവിടെ ഭഗവാൻ അങ്ങനെ യാചിച്ച് ചോദിച്ചെങ്കിലും അല്പബുദ്ധിയായ വകതിരിവില്ലാത്ത സത്രാജിത്ത്, ഭഗവാൻ ആരാണെന്നോ എന്താണെന്നോ യാതൊരു തിരിച്ചറിവില്ല. വകതിരിവ് വെച്ചാൽ എന്താണ്? കൃഷ്ണൻ എന്താ ഏതെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. വകതിരിവില്ല, അല്പബുദ്ധിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അല്പബുദ്ധിയായ ഈ വകതിരിവില്ലാത്ത സത്രാജിത്ത് അന്ന് ഭഗവാന് കൊടുത്തില്ല. അങ്ങനെ നൽകാതിരുന്ന ഈ മണി, സെമന്തകമണി എന്ത് ചെയ്തു? തൻ്റെ സഹോദരനായ പ്രസേനന് ഒരിക്കൽ ധരിക്കാൻ കൊടുത്തു, കഴുത്തിൽ അണിയാൻ കൊടുത്തു, കണ്ടത്തിലിട്ട്. പ്രസേനൻ ആ ദിവ്യരത്നം കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നായാട്ടിന് പോയി. ആ മണി മറ്റൊരാൾക്ക് ധരിക്കാൻ വ്യവസ്ഥ ഇല്ലാതിരുന്നതിനാൽ മണി ധരിച്ച പ്രസേനന് ആപത്ത് സംഭവിച്ചു. ആപത്ത് സംഭവിക്കാൻ കാരണം ഇത് വിധിപ്രകാരം ഇത് സത്രാജിത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ സൂര്യഭഗവാൻ കൊടുത്തെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളതാണ്. അത് വേറൊരാൾ അണിഞ്ഞാൽ അതിന് വേറെ വിപരീത ഫലങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഭഗവാൻ പോലും ചോദിച്ചിട്ട് കൊടുക്കാത്ത ഈ സെമന്തകമണി അയാളുടെ സഹോദരൻ്റെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. പ്രസേനന്, സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനന് ധരിക്കാൻ കൊടുത്തു. ഒരു ദിവസം കൊടുത്തു. പ്രസേനൻ ആ ദിവ്യരത്നം, അത് ദിവ്യമായ രത്നമാണ്, അത് അത്ര തിളക്കത്തോടുകൂടി അത് കഴുത്തിൽ അണിഞ്ഞും കൊണ്ട് നായാട്ടിന് പോയി. ആ മണി മറ്റൊരാൾക്ക് ധരിക്കാൻ വ്യവസ്ഥ ഇല്ലാതിരുന്നതിനാൽ മണി ധരിച്ച പ്രസേനന് എന്ത് വന്നു? ആപത്ത് സംഭവിച്ചു. ഒരു സിംഹം ആ മണിശോഭ കണ്ട്, മണിയുടെ ശോഭ കണ്ട ആർക്കും കൗതുകം ഉണ്ടാകും. അത്ര തിളക്കം പ്രകാശമാത്. ആ മണിയുടെ ശോഭ കണ്ട് അത് ഏതോ ഭോജ്യമാണെന്ന് തെറ്റിദ്ധരി, എന്തോ ആഹാര സാധനമാണെന്ന് ഈ പ്രസേനൻ്റെ കഴുത്തിൽ കിടന്ന മണിയുടെ ഭംഗി കണ്ടിട്ട്, ശോഭ കണ്ടിട്ട്, അത് എന്തോ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എന്ത് തിന്നാൻ തീറ്റിയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച ആരാണ്? ഒരു സിംഹം. മണിയുടെ ശോഭ കണ്ട് ഏതോ ഭോജ്യമാണെന്ന്, എന്തോ ആഹാര സാധനമായിരിക്കുമെന്ന് സിംഹത്തിന് അറിയില്ലല്ലോ. തെറ്റിദ്ധരിച്ചിട്ട് മനസ്സിലാകാതെ എന്ത് ചെയ്തു? പ്രസേനനെ കൊന്ന് മണി കരസ്ഥമാക്കി. ആരാ? സിംഹം. പ്രസേനനെ കൊന്നെങ്കിലല്ലേ കഴുത്തിൽ എടുക്കാൻ പറ്റും, അയാളല്ലേ കൊടുക്കൂലല്ലോ. എന്തായാലും സിംഹത്തിന് കൈ കിട്ടിയ എന്തായാലും കൊല്ലും. കൊല്ലുമ്പം ഈ സിംഹം തിന്നാൻ തീറ്റിയാണെന്ന് കരുതി ഈ മണി അദ്ദേഹത്തിന് സ്വന്തമാക്കും. അപ്പോൾ എന്തുവെന്ന്? അയാളെ കൊന്നിട്ട് മണി കരസ്ഥമാക്കി സിംഹം. അതും കൊണ്ട് സിംഹം എന്ത് ചെയ്തു? അതും കൊണ്ട് പോവുക ചെയ്തു. സിംഹം അതും കൊണ്ട് പോകവേ ജാമ്പവാൻ എന്ന കവി ശ്രേഷ്ഠൻ, കുരങ്ങാണ് കവി, ജാമ്പവാൻ എന്ന കവി ശ്രേഷ്ഠൻ, അത് കുരങ്ങൻ ആ മിന്നും മണി കണ്ട്, തിളങ്ങുന്ന മണി കണ്ടിട്ട് സിംഹത്തെ കൊന്നിട്ട് അത് കരസ്ഥമാക്കി. ആരാണ്? ജാമ്പവാൻ. അത്രയ്ക്കും തിളങ്ങുന്ന, എവിടെ നിന്നാലും തന്നെ പ്രകാശം, സൂര്യനെ പോലെ പ്രകാശമുണ്ട്, നോക്കാൻ പറ്റുന്ന തിളക്കം, മിന്നും മണി. ആ മണി മിന്നിക്കുന്ന മണി കവിശ്രേഷ്ഠനായ ജാമ്പവാൻ അത് കണ്ടിട്ട് സിംഹത്തെ കൊന്നിട്ട് അത് കരസ്ഥമാക്കി. എന്നിട്ട് എന്ത് ചെയ്ത്? തൻ്റെ മകന് അത് കളിക്കാൻ കൊടുത്തു. ജാമ്പവാൻ എന്ത് ചെയ്ത്? അത് കൊണ്ടുവന്ന് അയാളുടെ മകനത് കളിക്കാൻ കൊടുത്തു. അത്രമാത്രം പ്രഭയുള്ള ഒരു ഒരു ശോഭയുള്ളൊരു മണിയാണ് സെമന്തകമണി. അത് ആർക്കുള്ളതിലാണ് ആദ്യം കിട്ടുന്നത്? സിംഹത്തിൻ്റെ. തിന്നാതീറ്റിയാണെന്ന് കരുതി അത് പ്രസേനനാണ് അണിഞ്ഞുകൊണ്ട് പോയത്. സത്രാജിത്തിൻ്റെയാണ് മണി. ആരാണ് കൊടുത്തത്? സൂര്യനെന്ന് സത്രാജിത്തിന് കിട്ടിയ മണി അദ്ദേഹം ഭഗവാൻ, അതായത് യാചിച്ച് കൊതിയോടുകൂടി ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന് കൊതിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ സങ്കല്പിക്കണം. എന്തായാലും ശരീരം എടുത്ത പരമാത്മാവിനെ നമ്മൾ കൃഷ്ണനായിട്ട് കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്കും ഇങ്ങനെ പല മണികളും നമ്മുടെ കയ്യിലുണ്ട് മക്കളെ. നമുക്ക് തോന്നും ഇതൊക്കെ നിസ്സാരമാണെന്ന്, പക്ഷേ ഭഗവാൻ ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് വിലപിടിപ്പായിട്ട് ഉള്ളത് എന്തുണ്ടെങ്കിലും അത് ഭഗവാന്, എനിക്ക് ഇവിടെ എന്താ പറയുക, ഈ നമ്മുടെ സാമ്പത്തികമൊക്കെ കുറവായിട്ട് എനിക്കും കിട്ടും. ഇപ്പം എന്തോ പറയുന്നത്, പെൻഷൻ 1600 രൂപ പെൻഷൻ കിട്ടും. അതെനിക്ക് പിന്നെ ഈ വിറ്റാമിൻ്റെ എന്തോ ബി കോംപ്ലക്സ്, പിന്നെ മഞ്ഞ, വെയിലുള്ളുമ്പം കിട്ടുന്ന മഞ്ഞ എനിക്കില്ല. ആ ഒരു D3 എന്ന് പറയാം, അതെനിക്ക് ദിവസം കഴിക്കണം. അപ്പോൾ അതിന് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള വേറൊരു ഗുളികയുണ്ട്. അതിനുള്ള മരുന്നിനുള്ള കാശ് അപ്പോൾ ഇതുള്ളു. അത് മരുന്ന് വാങ്ങിക്കാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ദൈവം അത് തരുന്നുണ്ട്. ബാക്കി ആഹാര സാധനങ്ങളെല്ലാം മക്കൾ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത് പോലും ഇങ്ങനെ കിട്ടുന്ന ആ പെൻഷൻ പോലും വാങ്ങിച്ചുകൊണ്ടുവന്ന് എൻ്റെ പരമാത്മാവിൻ്റെ മുമ്പിൽ, അപ്പോൾ നമ്മൾ ഒരു വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഉള്ളിലറിയാം, ഉള്ളിൽ പറഞ്ഞാൽ മതി, എങ്കിലും ഞാനതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ കാഴ്ചദ്രവ്യമായിട്ട് വച്ചിട്ടേ ഞാനത് കൊണ്ടുവന്ന് മാറ്റൂ. എനിക്ക് അങ്ങനെ എന്ത് കിട്ടിയാലും എനിക്കത് മണിയാണ്.
എനിക്കത് സെമന്തകമണിയാണ്. ഒരു പഴം കിട്ടിയാലും ഭഗവാൻ കൊടുക്കുക, അതും എനിക്ക് സെമന്തകമണിയാണ്. ഭഗവാന് കൊതിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയണ്ട, പക്ഷെ ഞാനത് ചെയ്യും. ഇവിടെ ഭഗവാനോട് ചോദിച്ചിട്ട് പോലും ഈ സത്രാജിത്ത് കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കണം. ഭഗവാന് കൊതി ഉണ്ടാവാം, ഇല്ലവാവാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്തിനറിയണം? നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഭഗവാന് നമുക്ക് ഒരു ഗ്ലാസ് ചായയാണോ ഭഗവാന് കൊടുക്കുക, സന്തോഷമായിട്ട് കൊടുക്കുക. അത്രമാത്രം സന്തോഷം ഉണ്ടെങ്കിലേ ഭഗവാനെ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഭഗവാന്റെ മുമ്പിൽ ഒന്ന് കാണിക്കണം. ഒരുള്ള ചോറ് കഴിക്കുമ്പോൾ അത് ഭഗവാനെ ഒന്ന് കാണിച്ച് ഒരു നേദ്യമായി അത് ധ്യാനിച്ചിട്ടേ അത് നമ്മൾ കഴിക്കാവൂ. ഇതെല്ലാം സെമന്തകമണിയാണ്, ഒന്നിലും മാറ്റമില്ല. ഇതെല്ലാം തിളങ്ങുന്നതാണ്. നമുക്ക് ജീവിതത്തിലെല്ലാം നമുക്ക് തിളക്കമുള്ളതാണ്. എന്നുവെച്ചാൽ ജീവൻ തരുന്ന ഇതെല്ലാം ഈ ലോകത്തുള്ളതെല്ലാം നമ്മളെ ജീവൻ നിലനിർത്തുന്നതാണ്. അതായത് നമ്മുടെ ഉള്ളത്തിൽ എന്തും കഴിക്കാതെ നമ്മൾ ജീവനില്ലാതെ നമ്മൾ ജഡമായി പോകത്തില്ലേ? അപ്പോൾ പ്രപഞ്ചം നമ്മളെ നിലനിർത്താനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈശ്വരൻ തന്നേക്കുന്നതാണ്. അത് സെമന്തകമണി തന്നെയാണ്. അത് ഭഗവാന് കാഴ്ചദ്രവ്യം വേണ്ടി എന്ത് കിട്ടിയാലും കൊണ്ട് കൊടുക്കണം, കാണിക്കണം. കഴിക്കുന്നതായാലും കഴിക്കാത്തതായാലും. ഇപ്പം നോട്ട് 1600 രൂപ ഭഗവാൻ കഴിക്കത്തില്ല, പക്ഷേ അത് എനിക്കൊരു മണിയാണ്. ഇപ്പോൾ സെമന്തകമണിയും കഴിക്കാൻ പറ്റില്ല, തിളക്കമാണ്. നമുക്ക് ഓരോ തിളക്കമായതല്ല, അതെല്ലാം ഭഗവാന്റെ. ഇതൊന്നും വായിച്ച് മനസ്സിലായിട്ട് വെക്കുന്നില്ല. ഞാൻ എൻ്റെ ജന്മന അങ്ങനെ ഉള്ളതാണ്. ഞാനിതൊന്നും പഠിച്ചിട്ട് വെച്ചതല്ല. ഇപ്പം ഞാൻ ചിന്തിക്കും, അതുകൊണ്ട് ഇത് പറഞ്ഞുതരാൻ പറ്റുന്നത്. അത് ഞാൻ പ്രവൃത്തിയിലുള്ളതുകൊണ്ട് എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ലല്ലോ. ഇത് ഞാനിങ്ങനെയാണല്ലേ, എനിക്ക് കിട്ടുന്നതല്ല കൊണ്ട് ഭഗവാന് കാഴ്ച വെക്കുമല്ലോ. അത് എൻ്റെ സെമന്തകമണിയാത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന് പോലും കൊടുക്കാത്ത സെമന്തകം എന്ത് ചെയ്തു? അദ്ദേഹം സഹോദരൻ്റെ കഴുത്തിലിട്ട് വിട്ടു. അയാളതും കൊണ്ട് പോയി, നായാട്ടിന് പോയി. എന്ത് വന്നു? ദുഃഖം. പ്രസന്നെ ആ പ്രഭയേറിയ ആ മണി കണ്ട് സിംഹം തീറ്റി ഭോജ്യം ആഹാരം എന്തോ ആണെന്ന് കരുതി അദ്ദേഹനെ വധിച്ചിട്ട് ഈ മണി ഈ സിംഹം കൈക്കലാക്കി. അതും കൊണ്ട് പോയ വഴിക്ക് എന്ത് ചെയ്തു? ആ സിംഹത്തിനെയും ഈ ജാമ്പവാൻ വധിച്ചു. നോക്കിയപ്പോൾ സിംഹത്തിൻ്റെ തിളക്കം കണ്ട്, ഈ മണിയുടെ തിളക്കം കണ്ട് ജാമ്പവാൻ സിംഹത്തിനെയും വധിച്ചിട്ട്, അപ്പോൾ ഈ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാണ്ട് പോയിട്ടാണ് ഇതൊക്കെ അപകടം വന്നത്. ഇവിടെ ആർക്കൊക്കെ അപകടം വന്നത്? സിംഹത്തിനും വന്ന്, കൊണ്ടുപോയ പ്രസേനന് സഹോദരനും വന്നു. എന്നിട്ട് ജാമ്പവാൻ എന്ത് ചെയ്ത്? ഇത് കവിയുടെ ശ്രേഷ്ഠനാണ് ജാമ്പവാൻ, കുരങ്ങൽ വെച്ച് ശ്രേഷ്ഠനാണ് ജാമ്പവാൻ. ഇതും കൊണ്ടുപോയി മിന്നും മണി കണ്ട് സിംഹത്തെ കൊന്നിട്ട് കരസ്ഥമാക്കി അദ്ദേഹത്തിൻ്റെ മകന് കളിക്കാൻ കൊണ്ടുകൊടുത്തു. സിംഹത്തിനെ ഈ മിന്നുന്ന മണി കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വേണം. അയാൾ സിംഹത്തിനെ കൊന്നിട്ട് ജാമ്പവാൻ്റെ മകന് കളിക്കാനായിട്ട് അയാൾ കൊണ്ടു കൊടുത്തു. നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാമണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിം അഭിഗതോ ഭൂകവിഗുഹാം. ശശംസു സത്രാജിൽ ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിം അഭിഗതോ ഭൂകവിഗുഹാം. ഇവിടെ പ്രസേനൻ തിരിച്ച് വരാതെയും, കാരണം മരിച്ചല്ലോ, സിംഹം കൊന്നല്ലോ. അപ്പോൾ അനുജൻ തിരിച്ചു വരാതിരുന്നപ്പോൾ, സത്രാജിത്തിൻ്റെ അനുജനാണ് പ്രസേനൻ തിരിച്ചു വരാതെയും മണി കിട്ടാതിരുന്നതിനാലും, മണി കിട്ടണമെങ്കിൽ പ്രസേനൻ വരണം. അപ്പം മണിയും ഇല്ല, അനുജനെയും കാണുന്നില്ല. അപ്പോൾ ഇത് രണ്ടിനാലും സത്രാജിത്ത് പറഞ്ഞങ്ങ് പരത്തി. എന്താ പറഞ്ഞു പരത്തിയത്? കാരണം ഭഗവാൻ ഇങ്ങനെ യാചിച്ചല്ലോ, ഈ മണി കൊടുക്കുമോ തരുമോ എന്ന് സത്രാജിത്തിനോട് ചോദിച്ചല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം എന്താ കരുതിയത്? സത്രാജിത്ത് പറഞ്ഞങ്ങ് പരത്തി, ഭഗവാനാണ് പ്രസേനനെ കൊന്ന് മണി അപഹരിച്ചതെന്ന്. ആരെങ്കിലും എന്താ പറയുക, അദ്ദേഹം അങ്ങ് ഊഹിച്ച്. കാരണം ഇത് ഭഗവാൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്നാൽ അതുകൊണ്ട് മനഃപൂർവ്വം അനുജനെ കൊന്നിട്ട് മണി ഭഗവാൻ എടുത്താണെന്ന് ലോകത്ത് മൊത്തം അങ്ങ് പറഞ്ഞങ്ങ് പരത്തി. എത്രമാത്രം വിഷമം ഉണ്ടാവും. ഭഗവാന് വിഷമം ഒന്നിലും ഇല്ലെങ്കിലും അത് തെളിയിക്കണം. ഭഗവാന് സമചിത്തനാ. ആരെന്ത് പറഞ്ഞെന്നോ രീതിയോ പറയാനും ഭഗവാൻ ഒന്നും മാനാപമാനം ഇല്ലാത്ത ഭഗവാനാ. പക്ഷേ എന്നാലും അത് അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ഭഗവാനാണിത് കൊന്നിട്ട് മണി കരസ്ഥമാക്കിയെന്ന് എല്ലാവരെയും അങ്ങ് അറിയിച്ചു. ജനങ്ങൾ
പ്രസേനനെ കൊന്ന് മണി അപഹരിച്ചെന്ന്. ഈ കൊന്നെന്നുകൂടെ പറഞ്ഞ ഭഗവാൻ സഹിക്കൂ. മണി അപഹരിച്ചെന്ന് മാത്രം പറഞ്ഞാലും വേണ്ടിയല്ലായിരുന്നത്, അയാളെ കൊന്നിട്ട് മണി അപഹരിച്ചെന്ന്. ജനങ്ങളിലും ആ ഉരിയാട്ടം സംശയത്തിനിടയാക്കി. സർവ്വജനങ്ങളും അതങ്ങ് ഇതൊരു സംശയം എല്ലാവർക്കും മനസ്സിൽ ഇങ്ങനെ കരുതുക. ഭഗവാനോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ എങ്കിലും ഭഗവാൻ ഇങ്ങനെ അവനെ കൊന്നിട്ട് മണിയെടുത്തല്ലോ എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളും ഇങ്ങനെ അങ്ങനെ ലോകത്ത് എന്ന് കേട്ടാൽ മതി, തിരക്കാറില്ല. കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയാം, ഇന്ന് ഈ യൂട്യൂബിൽ അങ്ങനെ ഒന്ന് കേൾക്കുന്നതിന് മുമ്പേ അങ്ങ് വെപ്രാളമാണ്. വ്യൂസ് കിട്ടാൻ വേണ്ടി കണ്ടതിൽ പാതി കേട്ടതിൽ പാതി അങ്ങ് ഇട്ടേക്കുക. ഉണ്ട് പോലും ഇല്ല പോലും ഒന്നും തിരക്കാറില്ല. ചിലരിങ്ങനെ വ്യൂസ് കിട്ടാൻ മുമ്പേ ഇറങ്ങിടും, കാര്യമൊന്നുമില്ല. അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളിൽ എല്ലാം ഈ ഉരിയാട്ടം, ഈ പറച്ചിൽ സംശയത്തിനിടയാക്കി. ശരിയാണോ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തായിരിക്കും അങ്ങനെ ഉറപ്പിക്കുന്നു. ഭഗവാന്റെ പേരിൽ അപവാദം പരന്നു. ഭഗവാന്റെ പേരിൽ എന്തൊക്കെയാ പരക്കുന്നത്? മോഷണമൊന്നും കൊലപാതകമൊന്നും ആയില്ലേ, ഒന്നൊന്നുമായി, മോഷ്ടിച്ചെന്നുമായി, രണ്ടും കൂടെ കിട്ടി. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു അപവാദം സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അപവാദം അങ്ങ് പരന്ന് ജനങ്ങളെല്ലാം അറിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ കൊന്ന് മണിയെടുത്തു. മഹാന്മാർക്ക് അല്പം ദോഷമെന്ന് കേട്ടാൽ ജനങ്ങൾക്ക് അമൃതാണ്. അത് അങ്ങനെയുണ്ട് കേട്ടത്. ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യുന്നതിന് നല്ലൊരു നീതിമാനാണെങ്കിൽ അവനെ എങ്ങനെയും കൊച്ചാക്കാൻ ശ്രമിക്കും. കാരണം എന്തുകൊണ്ട് അവരൊരു പ്രത്യേകത ഞങ്ങളെപ്പോലെ ആയാൽ മതി എന്ന് പറഞ്ഞാൽ അവനെ കൊച്ചാക്കാൻ ശ്രമിക്കും. ജനങ്ങളിൽ നിന്ന് അങ്ങനെ ലോകം ഇല്ല. ഇപ്പോൾ നമുക്ക് വേടനെ പറ്റി തന്നെ നമുക്കറിയാം. അദ്ദേഹം ചിലപ്പോൾ പല പല ഗുണങ്ങളറിയാം, അതിനെ കൊച്ചാക്കാനും കുറേ പേർ അതിന് തിരിയും. ചിലർ അതിൻ്റേതായ രീതിയിൽ അറിവുള്ളവർ അതിന് ഒത്തു നിൽക്കും. എന്നാൽ ഒരു മഹാനെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാനായിട്ട് കുറേ പേര് ശ്രമിക്കും. അതുകൊണ്ട് ഇത് തിരക്കാതെ ഇതെല്ലാവരുടെയും ജനങ്ങളിലിങ്ങനെ കേട്ടതെല്ലാം അമൃതാക്കി വെച്ച് സാധാരണക്കാരായ ജനങ്ങൾ, കാരണം ഇതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട, സത്യത്തെ അറിയുകയും വേണ്ട, എന്തോന്നായാലും അങ്ങ് വിശ്വസിക്കും. അങ്ങനെ അതെല്ലാം ഒരു അമൃത പോലെ അങ്ങ് കൊണ്ട് മഹാന്മാർക്ക്, അത് ഭഗവാനെ പോലുള്ള മഹാന്മാർക്ക് എന്തെങ്കിലും ഒരു ദോഷം കേട്ട പാതി കേൾക്കാത്ത ജനങ്ങളെല്ലാം അത് അമൃത പോലെ അങ്ങ് കേട്ട് വിശ്വസിക്കും. ആരും അതിനെപ്പറ്റി ഗുണദോഷ നിരൂപണം ചെയ്യുകയില്ല. ഇതിൻ്റെ തെറ്റേതാ ശരിയാതെന്നുള്ള നിരൂപിക്കത്തില്ല. ഒന്നും അതിനെ പറ്റി ചർച്ച ചെയ്ത് മനസ്സിലാക്കിക്കത്തില്ല. കിട്ടിയത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിലങ്ങ് ചടഞ്ഞു കൂടും. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു? നിന്തിരുവടി അപവാദ മോചനത്തിനായി ഈ അപവാദം എന്ന് കൊന്നെന്നുമായി കട്ടെന്നുമായി. അപ്പോൾ ഈ അപവാദ മോചനത്തിനായി എല്ലാം അറിയുന്നവനായിട്ടും സ്വജനങ്ങളോടുകൂടി മണി അന്വേഷിച്ച് സത്യാവസ്ഥ അറിയാൻ പുറപ്പെട്ടു. ഭഗവാൻ അറിയാം, മണി ഭഗവാൻ ഇട്ടിട്ടില്ല, ആരും കൊന്നിട്ടില്ല. എങ്കിൽ പോലും ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്, ഈശ്വരനെല്ലാം അറിയാം. എന്നിട്ട് ഭഗവാൻ ജനങ്ങളോടുകൂടി മറ്റ് അവിടെയുള്ള ഭഗവാന്റെ ആളുകളുണ്ടല്ലോ അവരോടുകൂടി ഈ മണി അന്വേഷിച്ച് സത്യാവസ്ഥ അറിയാൻ പുറപ്പെട്ടു. സത്യാവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ ഭഗവാൻ വെറുതെ ഒരു കൊലപാതകയാകത്തില്ലയോ? അതുകൊണ്ട് ഭഗവാൻ സ്വജനങ്ങളുമായിട്ട് ഈ മണിക്ക് വേണ്ടി തിരയാൻ പോയി. അങ്ങനെ കാട്ടിൽ കൂടി ചെന്നപ്പോൾ പ്രസേനനെയും സിംഹത്തെയും കണ്ടു. പ്രസേനനെയും കണ്ടു, സിംഹത്തെയും കണ്ടു. എങ്ങനെ കണ്ടു? ജീവനില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പ്രസേനനും അവിടെ കിടപ്പുണ്ട്, സിംഹവും കിടപ്പുണ്ട്. ആ സിംഹത്തെ നിഗ്രഹിച്ചതെന്ന് സംശയിക്കപ്പെടുന്ന ജാമ്പവാന്റെ വാസസ്ഥാനമായ ഗുഹയിൽ ചെന്നെത്തി. അപ്പോൾ സിംഹം ചത്തുകിടക്കുന്നു, ഈ പ്രസേനൻ ചത്തുകിടക്കുന്നു. അപ്പം മനസ്സിലാക്കാം ഇവരെ രണ്ടിനെയും ആരെങ്കിലും വധിച്ചതാ. അപ്പം പ്രസേനനെ സിംഹം വധിച്ചെന്ന് കരുതും. കാരണം പ്രസേനൻ്റെ കഴുത്തേൽ സാധനമില്ല, തിളക്കമില്ല, മണിയില്ല. അപ്പം മനസ്സിലാക്കാം സിംഹം പ്രസേനനെ കൊന്ന്, എന്നിട്ട് ആ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരോ സിംഹത്തിനെ കൊന്നിട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? രണ്ടുപേരിങ്ങനെ അവിടെ ഉണ്ടല്ലോ, ജീവനില്ലെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഇത് സംശയിക്കപ്പെടുന്ന ജാമ്പവാന്റെ വാസസ്ഥാനമായ ഗുഹയിലേക്ക് പോയി. ഭഗവാനും ഈ പോകുന്നവർക്കും മനസ്സിൽ തോന്നി ഇത് എന്തോ തക്കതായ ആരോ കൊന്നിട്ടാണല്ലോ, കാരണം മണിയുമില്ല. അപ്പോഴിത് സംഭവിച്ചിട്ടുണ്ട്, ആരോ വധിച്ചിട്ടുണ്ട് അവരെ. അതുകൊണ്ട് അത് തിരക്കി നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു ഗുഹയുണ്ടെന്ന് മനസ്സിലായി. ആ ഗുഹയ്ക്കകത്ത് തന്നെ, കാരണം അവിടെ തന്നെയാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് ചെന്നപ്പം ഇനി ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇവർ സംശയാസ്പദമായി ജാമ്പവാന്റെ ഗുഹയിലേക്ക് പോകുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് അതിൻ്റെ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.